ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊറോട്ടൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് ചെറിയ ചെറിയ പൊറോട്ടകളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മളിതിന് കോയിൻ പൊറോട്ട, കുഞ്ഞൻ പൊറോട്ട എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വീശി അടിക്കുക ഒന്നും ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ഈ പൊറോട്ട ചെയ്യുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ എല്ലാ റെസിപ്പീസും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പൊറോട്ട നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ മുട്ട പാലോ ഒന്നും ചേർക്കാതെയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അരിച്ച് വെച്ചിട്ടുള്ള മൈദയാണ് കേട്ടോ അത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ വെജിറ്റബിൾ ഗീ ആണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഓയിലോ നെയ്യോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തൈരും നെയ്യും എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാൻ പാടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല, ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് കുഴക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ എല്ലാം കുഴച്ചെടുക്കുന്ന മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ നന്നായിട്ട് കുഴക്കുക. നമ്മൾ എത്രത്തോളം കുഴക്കണോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പൊറോട്ട. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് ഓയിലോ നെയ്യോ ഒന്നും ചേർക്കണില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ എല്ലാം കുറച്ചിട്ട് ചെയ്യാവും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നിങ്ങൾ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാവ് വെക്കണം കേട്ടോ. അതിനേക്കാളും കൂടുതലായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂറാണിത് കുഴച്ചതിന് ശേഷം വെക്കുന്നത്. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെങ്കിലും നിങ്ങളൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3-4 മണിക്കൂർ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ 2 മണിക്കൂറേ വെക്കണുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ബോളുകളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും വലിപ്പത്തിലാണിത് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് വലിപ്പത്തിൽ തന്നെ എടുക്കുക കേട്ടോ. ചപ്പാത്തി പോലെ ചെറുതാക്കിയിട്ടൊന്നും എടുക്കരുത്. നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ബോൾസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ഒരുപാട് എണ്ണയിലൊന്നും ഇട്ടിട്ട് ആദ്യം നമ്മൾ ബോൾസ് ചിലർ കുറേ എണ്ണയിലിട്ടേക്കും. അത് ചുരുട്ടിയതിന് ശേഷം വീണ്ടും ഓയിൽ ഇതാക്കിയിട്ട് ഒരുപാട് ഇതാക്കിയിട്ട് വെക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ എണ്ണയും ഓയിലും ഒക്കെ കുറച്ചിട്ട്, അതുപോലെ നെയ്യൊക്കെ കുറച്ചിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ബോളുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. സമയം ഞാൻ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഞാനിവിടെ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ പരത്തുന്ന ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് കൈയൊന്ന് പരത്തി കൊടുക്കുക. കൈ വെച്ചിട്ട് പരത്തിയതിന് ശേഷം മാത്രം ഞാൻ റോളറായിട്ടൊന്ന് പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ റോളറിലും കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരത്താൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഓരോന്നിങ്ങനെ പരത്തി മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്തത് നമ്മളിങ്ങനെ ലെയറായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ 4 ബോളുകളാണ് പരത്തിയിട്ട് ലെയറാക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് 5 or 6 ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ പരത്തിയതിന് ശേഷം ഒന്ന് ഓയിൽ തേച്ചതിന് ശേഷം ഓരോന്നിൻ്റെ മേലായിട്ട് നമ്മൾ അടുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വീശിയിട്ടാണ് സാധാരണ പൊറോട്ട ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സുഖമാണ് കേട്ടോ. ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്.
അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ പരത്തുന്നുണ്ട്. ഒരു 4 ബോളാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 4 ലെയർ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കട്ടി കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. 4 കൂടെ ഒരുമിച്ച് തന്നെ പരത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ലെയർ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്തൊക്കെ ഓയിൽ തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ചെറുതായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്യേണ്ട ആവശ്യം വരില്ല, ഇങ്ങനെ ഒന്നിച്ചാവുമ്പോൾ. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ചെറിയ പൊറോട്ടകളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ലെയർ ചെയ്യുമ്പോഴും തന്നെ ഒരു 6-7 ബോൾസൊക്കെ ഒന്നിച്ച് പരത്തിയിട്ട് ലെയർ ചെയ്യണമെങ്കിൽ ഇതിലേറെ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. അപ്പോൾ വലിയ പീസായിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാനും വലിയ പൊറോട്ട റെഡിയാക്കാനൊക്കെ പറ്റും. ഇതുപോലെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓരോന്നും മാറ്റി വെക്കാം. നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള മാവും ഒക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കി വെക്കാം. ഞാൻ പൊറോട്ട പൂരി ചെയ്യുന്ന സമയത്തിൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത് ആണെന്നൊക്കെ രണ്ടാളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ലെങ്ത്ത് കുറച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 10-15 മിനിറ്റെങ്കിലും വെക്കുക നിങ്ങൾ. എന്നിട്ട് നമുക്ക് ഓരോ ചുരുട്ടി വെച്ചിട്ടുള്ളതും എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പരത്തിയാൽ മതി. ഇവിടെ കൈയിൻ്റെ ഈ ഭാഗം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുത്താൽ മതി. ഈ സമയത്ത് തന്നെ നിങ്ങൾ സ്റ്റൗവിൽ ദോശത്തവയോ അല്ലെങ്കിൽ പത്തിരി ചുടുന്ന കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് ചൂടാക്കുക കേട്ടോ. എന്നാൽ നമുക്ക് പരത്തി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി തീരും കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടായ തവയിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ തവയിൽ കുറച്ച് ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇത് തന്നെ നമ്മൾ ഓയിലൊന്ന് മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. മേൽഭാഗം ഡ്രൈ ആയി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് തീയിലിട്ടിട്ട് ചുട്ടെടുക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും പൊറോട്ട ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉൾഭാഗം അധികം വേവൂല കേട്ടോ. കുറച്ച് കട്ടിയായിട്ടാണല്ലോ നമ്മൾ പരത്തുന്നത്. അപ്പോൾ ഞാൻ പൊറോട്ട ഇവിടെ ചുട്ട് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ചെയ്തിട്ട് കാണിക്കുകയാണ് കേട്ടോ. ബാക്കി ഞാൻ സാവധാനം ചുട്ടെടുത്തോളാം. നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്താണ് ലെയറുകളൊക്കെ വിട്ട് വരുന്നത് ഇതാവുള്ളൂ. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ നിങ്ങൾ അടിക്കുക കേട്ടോ. തണുത്തതിന് ശേഷം അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോയിൻ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.